ಎಂಚಿನ ಬರೋದು ಈ ಪಣ್ಣ ಈ ಪಣ್ತಿರಾಣ ಹೆಂಗೆ ಎಂಚ ಗೊತ್ತಾಪ್ನ എന്ത് പറയണമെന്ന് പറ ഇല്ലെങ്കിൽ നീ പറയാണ്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഉപ്പുമുളകിൽ ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമ്പോൾ നീ തുളൂര് സംസാരിക്കാൻ തുടങ്ങും ഒരു അകാരണമായിട്ട്. അപ്പോൾ ആ ക്യാരക്ടറിനെ പറ്റി എല്ലാവരും ചോദിക്കണം, ഇയാൾ എന്ത് ഈ പറയുന്നത് ദേഷ്യം വരുമ്പോൾ. അത് വില്ലനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ പോലും തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടറാണ്. കോമഡിയനായിട്ട് ആക്ട് ചെയ്യുമ്പോഴും തൊഴിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ഡോക്ടറാണ്. എല്ലാവരും പാൻഡമിക് സമയത്ത് വെറുതെ ഇരുന്ന് തടിച്ചു എന്ന് പറയുമ്പോൾ പാൻഡമിക് സമയത്ത് എനിക്ക് വട്ടിളകിയിട്ട് ഞാൻ വർക്കൗട്ട് ഭ്രാന്തനായി. അപ്പോൾ മമ്മൂക്കയുടെ കൂടെയൊക്കെ അന്താളിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡയലോഗ് പറയുമ്പോൾ വെള്ളി വീണ ആളാണ്, ഷോക്കായിട്ട്. അതായത് കറുത്ത പക്ഷികളിൽ സംസാരിച്ച് വന്ന് കാറിൽ കയറാറാകുമ്പോഴാണ് മമ്മൂക്ക എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ വന്നിട്ട് എന്താ പറഞ്ഞിട്ട് ചീത്തയാണ് പറയുന്നത്. അപ്പോൾ ചീത്ത പറയാൻ പോകുമ്പോൾ എന്താ മൂപ്പർ എന്നെ ചിരിക്കാൻ തുടങ്ങി. സിനിമ അല്ലെങ്കിൽ സീരിയൽ അങ്ങനെ വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? സിനിമ സീരിയൽ എന്നല്ല, ആക്ടിങ്. ഇവിടെ ഒരുപാട് ലേഡീസ് വന്ന് ആദ്യം കണ്ടാവുന്ന ഇടിക്കണം നോക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിരിച്ചിട്ട് പറയും ഇഷ്ടാട്ടോ. അപ്പൊ അതേ ഒരു കോംപ്ലിമെന്റ് ആണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സത്യൻ സാറാണ് നയൻതാര എന്നുള്ള പേരിടുന്നത്. അത് അന്നൊരു ഷൂട്ടിംഗ് വേളയിൽ ഉച്ചയ്ക്ക് ഊണെന്തോ കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചിട്ടാണ് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ പേര് ഇനി മുതൽ നയൻതാര എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ജഗതി സാറും തിലകൻ സാറിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ മാത്രമല്ല അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കിട്ടിയ ഒക്കേഷൻസ് ആണ് ഞാൻ കൂടുതൽ ഓർക്കുന്നത്. പറയുമ്പോൾ തന്നെ മുടി അണിച്ചു. അതായത് ബിക്കോസ് അതൊരു ഡ്രീം കം ട്രൂ ആയിരുന്നു. എൻ്റെ വൈഫ് എപ്പോഴും പറയും ഐ ആം യുവർ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് ആൻഡ് യുവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം, ചിയർ ലീഡർ. ഷീ മസ്റ്റ് ബി ദ ഫസ്റ്റ് വൈഫ് ഹു വിൽ ബി വെരി ഹാപ്പി. എനിക്കൊരു നല്ല ബ്യൂട്ടിഫുൾ വൈഫ് സീരിയലിൽ കിട്ടിയാൽ പറയും വെരി ഗുഡ്. എന്തറിയോ, അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ പറയാലോ എൻ്റെ ഹസ്ബൻഡ് ഹസ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ വൈഫ് ദാറ്റ് ഓൾസോ. അപ്പോൾ മൈ വൈഫ് എൻ്റെ അടുത്ത് ലിറിക്സ് മാറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ലോങ് ബ്ലോണ്ട് ഹെയർ എന്നൊരു സ്ഥലത്ത് പറയണം. അപ്പോൾ എൻ്റെ വൈഫിന് ഒന്ന് ഷോർട്ട് ബ്ലാക്ക് ഹെയർ ആണ്. അപ്പോൾ സ്റ്റേജിൽ അവൾ ഓഡിയൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വാക്ക് മാറ്റിയിട്ട് ആ സ്ഥലം എത്തുമ്പോൾ ഞാൻ ഷോർട്ട് ബ്ലാക്ക് ഹെയർ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ ഇന്ന് മോളിവുഡിൽ നമ്മളോടൊപ്പം ഉള്ളത് ദി ആക്ടർ, ദ സിംഗർ, ഒരു ബിസിനസ് മാൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം, നമ്മുടെ സ്വന്തം രാജേഷ് ഏട്ടനാണ്. സോ ലെറ്റ്സ് വെൽക്കം രാജേഷ് ഹെബ്ബാർ ഓൺ ടു ദ ഷോ. ഹലോ രാജേഷ് ഏട്ടാ. ഹലോ. ഇപ്പം രാജേഷ് ഏട്ടൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വീട്ടിലിരുന്നിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത്. ലെറ്റ് മീ ടെൽ യു, ലൈക്ക് ഒരു ഫസ്റ്റ് സൈറ്റിൽ ഞാൻ ഫ്ലാറ്റായി. അത്ര ബ്യൂട്ടിഫുൾ ആയി വെച്ചിട്ടുണ്ട്. കുറേ വർഷത്തെ പഴക്കമുള്ള വീടാണ് അല്ലേ? ഓൾമോസ്റ്റ് 1943 അപ്പോൾ 81 ഇയേഴ്സ് എന്ന് പറയാമല്ലോ. 81 ഇയേഴ്സ് ആയിട്ട് നമ്മുടെ ഫാമിലി ഇവിടുത്തെ മുത്തശ്ശനായിട്ട് വന്നിട്ട് ഇവിടെ സെറ്റിൽ. അന്ന് മുതൽ ഹെബ്ബാർസ് ഇവിടെ തന്നെയാണ്. അച്ഛൻ ജനിച്ചത് ഇവിടെ, ഞാൻ ജനിച്ചത് ഇവിടെ, എൻ്റെ മോൻ ജനിച്ചത് ഇവിടെ, ഹോപ്പ്ഫുള്ളി മോൻ്റെ മോനും ജനിക്കാൻ പോകുന്നത് ഇവിടെ. ഓക്കെ, ഈ ഒരു ഏരിയ തന്നെ ഹെബ്ബാർ കോളനി പറഞ്ഞിട്ടാണ് നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ഇവിടെ? അല്ല, അങ്ങനെയല്ല, ഇത് മാത്രമാണ് ഞങ്ങളുടെ വീട്. പക്ഷെ ഞങ്ങൾ കൊടുത്ത കുറച്ച് സ്ഥലത്ത് ബാക്കിയുള്ള ഒരു വീട് വെച്ചപ്പോൾ അവർ തന്നെ നെയിം ചെയ്തതാണ് ഹെബ്ബാർ ഫാമിലി, ഹെബ്ബാർ കോളനി. അപ്പോൾ ഈ ഒരു ഏരിയ അങ്ങനെയെങ്കിൽ എൻ്റെ മുത്തശ്ശൻ്റെ പേര് വിൽ റിമെയിൻ, റൈറ്റ്? ഹി ഡിഡ് സോ മച്ച്. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത മുത്തശ്ശൻ തന്നെയാണ്. His real name Rama Hebbar, Dr. Rama Hebbar. He was a doctor and a businessman. Oh, okay. ഞാൻ ആക്ച്വലി രാജേട്ടൻ്റെ വിക്കിപീഡിയയിലൊക്കെ അക്കൗണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രണ്ട് പുതിയ കാര്യങ്ങൾ ഞാൻ അതൊന്ന് കാണുന്നത്. ഇപ്പോഴാണ് ഞാൻ അറിയണത് ദാറ്റ് യു ആർ എ സിംഗർ. ഒരു റോക്ക് ബാൻഡിന് വേണ്ടി ലീഡ് വോക്കലിസ്റ്റ് ആയിരുന്നു ഫോർ നിയർലി 10 years, പ്രിമിറ്റീവ് നൈറ്റ്സ് എന്ന് പറഞ്ഞു. അതെന്താ പിന്നെ നിർത്തി കളഞ്ഞേ? നിർത്തിയതല്ല, എൻ്റെ റിയൽ പാഷൻ എന്ന് പറയുന്നത് ആക്ടിംഗ് ആണ്. പാട്ടിൽ എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് നല്ലോണം അറിയുന്ന ഒരാളാണ്. എന്നെ കൊണ്ടാവുന്നത് മാത്രം സെലക്ട് ചെയ്തും ചൂസ് ചെയ്തിട്ടും പാടുന്ന ഒരാളായിരുന്നു. ബട്ട് അതിലെ ലീഡ് സിംഗർ ആകുമ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് അല്ല, മോർ ഓഫ് എ പെർഫോമർ ആയിരുന്നു. ബിക്കോസ് റോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ കുറച്ച് വൈൽഡ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് ആയി. അതുകൊണ്ട് ആൾക്കാർക്ക് അന്നത്തെ 80s 90s ആൻഡ് ഏർലി 2000 ആൾക്കാർക്ക് സൗത്ത് ഇന്ത്യയിലുള്ള ഒരുവിധ ആൾക്കാർക്ക് അറിയുണ്ടാവും. ബിക്കോസ് പ്രിമിറ്റീവ് നൈറ്റ്സ് അന്ന് ഞങ്ങൾ സൗത്ത് ഇന്ത്യ മൊത്തം ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതൊക്കെ പാട്ടായിരുന്നു അന്ന് പാടിക്കൊണ്ടിരുന്നത്? മെറ്റാലിക്ക, ഡീപ് പർപ്പിൾ, പിങ്ക് ഫ്ലോയിഡ് പാടുമായിരുന്നു. മറ്റേ മൈ വൈഫ്സ് ഫേവറേറ്റ് എറിക് ക്ലാപ്റ്റന്റെ വണ്ടർഫുൾ ടു നൈറ്റ്. അങ്ങനെ എല്ലാ ജോണറും പാടുമായിരുന്നു. സ്റ്റേജിൽ കുറച്ച് മെറ്റാലിക്കും ഡീപ് പർപ്പിളൊക്കെ പറയുമ്പോൾ ആവണമല്ലോ, ചാടി മറിഞ്ഞ് മുടി. ഇപ്പം മുടിയില്ല, അന്ന് കുറച്ച് ചുരുണ്ട മുടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഹെഡ് ബാങ്ങിങ് ഒക്കെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ നിന്ന് പെർഫോം ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പം ആദ്യം ഒരു സിംഗർ ആയിട്ടാണ് പിന്നീട് ആക്ടർ അല്ല. സത്യം പറയുകയാണെങ്കിൽ ഈവൻ സിംഗിങ് എക്സ്പ്ലോർ ചെയ്തത് ആക്ടിങ്ങിനോടുള്ള താല്പര്യം കൊണ്ടാണ്. എനിക്ക് പെർഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും റൊമാൻറ്റിക് നോഷൻസ് അല്ലേ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ ആക്ടർ ആവും, സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ പാടുമ്പോൾ ആൾക്കാരൊക്കെ ക്ലാപ്പ് അടിക്കുക. ഈ സത്യം പറഞ്ഞാൽ അതിന് താങ്ക്സ് പറയേണ്ടത് മേ ബി ഐ എം ഗോയിങ് കുറച്ച് സ്ലൈറ്റ്ലി അവേ. പക്ഷേ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എൻ്റെ അമ്മ എക്സലന്റ് ഡാൻസറും സിംഗറും ഒക്കെയാണ്. അപ്പം എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അപ്പം എൻ്റെ കുട്ടിക്കാലം മുതൽ എന്നെ പറയും പ്രൈസ് ഒന്നും നോക്കണ്ടേ, നീ സ്റ്റേജിൽ കയറിയിട്ട് എൻജോയ് ചെയ്യും പറയും. അത് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സത്യം പറഞ്ഞാൽ കൊതിയാണ് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കിട്ടാൻ, നല്ല റെസ്പോൺസ് കിട്ടാൻ. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ പോയിട്ട് മോൺ ആക്ട് ചെയ്യുമ്പോഴും പാട്ട് പാടുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ
അപ്പോൾ അതിൻ്റെ ഒരു ജേണിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ട്രൈ ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ സിംഗിങ്ങിൽ എനിക്ക് പക്കയായിട്ട് അറിയായിരുന്നു എനിക്ക് ലിമിറ്റേഷൻ. പക്ഷേ ആക്ടിങ്ങിൽ നമുക്ക് മരണം വരെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ പോവാം. ഇന്നത്തെക്കാട്ടും ബെറ്റർ ആയിട്ട് നാളെ ചെയ്യാം. പക്ഷെ സിംഗിങ്ങിൽ എനിക്കറിയായിരുന്നു ദർ ഈസ് എ ലിമിറ്റേഷൻ. എനിക്ക് എന്നെ പറ്റി നമുക്ക് അറിയണമല്ലോ, നമുക്കൊരു ധാരണ നമ്മളെ കുറിച്ച് തന്നെ വേണമല്ലോ. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്തു. മൈ റിയൽ പാഷൻ എപ്പോഴും ആക്ടിങ്. യെസ്. അപ്പം ഒരു എൻഡ് ഗോൾ എന്ന് പറയുന്നത് സിനിമ അല്ലെങ്കിൽ സീരിയൽ അങ്ങനെ വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? സിനിമ സീരിയൽ എന്നല്ല, ആക്ടിങ്. മേ ബി അതായിരിക്കും. രാജേഷ് ചേട്ടൻ ഗംഭീര പെർഫോമറാണ്. ഒരുപാട് റിയാലിറ്റി ഷോസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സ്റ്റേജ് പെർഫോമൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ആക്ടിങ് ഏത് ഒരു ഫോമിൽ വന്നാലും എൻജോയ് ചെയ്യുന്നോണ്ടായിരിക്കും എല്ലാ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഹീറോസ് ഉണ്ടാവുമല്ലോ. ഞാൻ വളരുമ്പോൾ നമ്മളിപ്പോൾ കമലഹാസന്റെ സിനിമ കാണുമ്പോൾ നമ്മളെ എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ ഡാൻസും ചെയ്യും, പാട്ടും പാടും, ആക്ഷനും ചെയ്യും, അതേപോലെയായിട്ട് അഭിനയിക്കുകയും ചെയ്യും. എനി ടൈപ്പ് ഓഫ് റോൾ, കോമഡി ആണെങ്കിൽ കോമഡി, എന്താ പറയുക വില്ലൻ. അപ്പോൾ എൻ്റെ കൊതിയായിരുന്നു അതുപോലെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ നസറുദ്ദീൻ ഷാനെ കാണുമ്പോൾ ബ്രൂഡിങ് ആയിട്ടുള്ള അങ്ങനത്തെ റോൾ ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്കുള്ള അവരെ കോപ്പി അടിക്കല്ല, നമുക്കുള്ള ആർത്തിയും നമുക്ക് എത്ര വേണമെങ്കിലും ഗ്രോ ചെയ്യാന്നൊരു ഫീലിംഗ് വരും. അതുകൊണ്ട് ഇതിപ്പോ മലയാളത്തിൽ നമ്മുടെ പ്രൈം ആക്ടേഴ്സിൽ ആരെങ്കിലും ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ക്ലിഷേ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 10 പേര് പറയേണ്ടി വരും. പക്ഷേ ജീവിതത്തിൽ സ്പെഷ്യലായിട്ടുള്ളതാണല്ലോ നമ്മൾ ഓർക്കുക. അതിലെനിക്ക് തോന്നുന്നു ജഗതി സാറും തിലകൻ സാറിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ മാത്രമല്ല, അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ കിട്ടിയ ഒക്കേഷൻസാണ് ഞാൻ കൂടുതൽ ഓർക്കുന്നത്. ബിക്കോസ് പറയുമ്പോൾ തന്നെ മുടി അണിച്ചു. അതായത് ബിക്കോസ് വേറെ ഒന്നും റിയലി എന്താ പറഞ്ഞാൽ അതൊരു ഡ്രീം കം ട്രൂ ആയിരുന്നു. ഓഫ്കോഴ്സ് മമ്മൂക്കയുടെ കൂടെയൊക്കെ അന്താളിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡയലോഗ് പറയുമ്പോൾ വെള്ളി വീണ ആളാണ്, ഷോക്കായിട്ട്. അതായത് ഇത്ര ക്ലോസ് ആയിട്ട് വന്നിട്ട് ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ അറിയാതെ വെള്ളി വീണു. റിഹേഴ്സലായിരുന്നു ഭാഗ്യം. അപ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചുപോയി. അത് കറുത്ത പക്ഷികളിൽ. അപ്പോൾ ഒരു ലോങ് ഡയലോഗാണ്. ഞാൻ അവിടെ വന്ന് ജഗതി ചേട്ടൻ്റെ സംസാരിച്ചിട്ട് സാറിൻ്റെ അടുത്ത് സംസാരിച്ച്, അപ്പുറത്ത് പോയി മീനയുടെ അടുത്ത് സംസാരിച്ച്, ഇങ്ങനെ സംസാരിച്ച് വന്ന് കാറിൽ കയറാറാകുമ്പോഴാണ് മമ്മൂക്ക എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എന്താ പണ്ട് ചീത്തയാ പറയുന്നത്. ഭയങ്കര അപ്പോൾ ചീത്ത പറയാൻ പോകുമ്പോൾ ഞാൻ ഈ റിഹേഴ്സൽ അവിടെ എത്തിയിട്ട് ബാക്കിയൊക്കെ കഥയായിട്ട് അവിടെ പോയി എന്താ അപ്പോൾ മൂപ്പർ എന്നെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ നാച്ചുറലായിട്ട് വീണത്. അപ്പോൾ പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ മനസ്സിൽ എപ്പോഴും ഓർക്കുന്നത് ജഗതി സാറിൻ്റെ കൂടെ സിനിമയിലും ടെലിവിഷനിലും ഞാൻ ജഗതി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറ് ഇൻ ലൈഫ് ഹീസ് നോട്ട് ലൈക്ക് എന്താ സിനിമയിൽ കാണുന്ന വരെ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. വളരെ ബ്രില്യൻ്റ് ആണ്, വളരെ സീരിയസ് ആണ് പല കാര്യങ്ങളെക്കുറിച്ച്. തിലകൻ സാറും അതെ. പലരും ടെററാണെന്നൊക്കെ. പക്ഷേ എൻ്റെ അടുത്ത് ഭയങ്കര സ്വീറ്റായിരുന്നു. എന്നെ എപ്പോഴും സ്നേഹത്തോടെ. ഞാൻ ശോഭി എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, ശോഭി തിലകൻ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് പാലക്കാട്ടുകാരാ വാ ഇങ്ങനെ വിളിക്കും. പ്രജാപതിയുടെ സെറ്റ് പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഓർക്കുന്നുണ്ടാവില്ല. ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ട് 2-3 വർഷം എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സൈഡിൽ നിൽക്കും, ദൂരത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി മൂപ്പര ടിപ്പിക്കൽ സ്റ്റൈൽ എടുത്തു പോയപ്പോൾ പാലക്കാട്ടുകാരാ എന്തേ മിണ്ടാതിരുന്നു. ഞാൻ പറഞ്ഞു സാർക്ക് ഓർമ്മയുണ്ടോ? ഇരിക്കടൂ. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിൽ എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക. എന്തായാലും ജഗതി സാറ് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതും എന്നെ ഒരു സിനിമയ്ക്ക് സജസ്റ്റ് ചെയ്യുന്നതും നടന്നില്ല, പക്ഷെ സജസ്റ്റ് ചെയ്തുവല്ലോ ഒരു മെയിൻ വില്ലൻ ക്യാരക്ടർ. അങ്ങനെയൊക്കെ വരും. അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ഓർമ്മകൾ. അപ്പോൾ ഇപ്പോൾ ചോദിച്ചതിനുള്ള ആൻസർ അതായിരിക്കും. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം ആയിരിക്കും ഞാൻ വളരെ സ്പെഷ്യലായിട്ട് ഓർക്കുന്നത്. അപ്പാരൻ്റ്ലി ചേട്ടൻ മലയാളത്തിൽ ചെയ്തിരിക്കുന്ന ആദ്യത്തെ സിനിമ ഈസ് മനസ്സിനക്കരെ. അല്ല, 3ാമത്തെ സിനിമ ആണോ? അത് നമ്മുടെ ഗൂഗിളിൽ കിടക്കുന്നത് അല്ല, തെറ്റിയിട്ടിരിക്കുകയാണ്. ആക്ച്വലി ചിത്രകൂടം വാസ് ദ ഫസ്റ്റ് ഫിലിം. 2ാമത്തെ സിനിമ ഇവർ, അതും ജയറാം പടം, ടി.കെ. രാജീവ് കുമാറിന്റെ. 3ാമത്തെ ഫിലിമാണ്. 3ഉം 2003-ലാണ്. അതുകൊണ്ടാണ് വിക്കിപീഡിയക്ക് എന്നെ കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഫിലിമിലേക്ക് വന്ന ഒരു യാത്ര എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ ഓർമ്മ വെച്ച കാലം മുതൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള കൊതിയായിരുന്നു. പക്ഷെ എങ്ങനെ എത്തിപ്പെടണം എന്ന് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആഗ്രഹം മാത്രം ഉണ്ടായപ്പോൾ പോരാല്ലോ, അവിടെ എത്തിപ്പെടണമല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ മാത്രം ഞാനൊരു ബിസിനസ് ഫാമിലിയിലായതുകൊണ്ട് എനിക്ക് ബിസിനസ്സിനോട് സത്യം പറഞ്ഞാൽ വലിയ പാഷനൊന്നുമില്ല. പക്ഷെ അതിൽ കിട്ടിയൊരു ബുദ്ധിയാണ് അതിൽ പ്രവർത്തിച്ചത്. ഞാൻ പലപ്പോഴും വിചാരിച്ചു, ഒരാളുടെ മുമ്പിൽ പോയിട്ട് വെറുതെ പോയിട്ട് സാർ എനിക്കൊരു ചാൻസ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ വൈ ഷുഡ് ഹി കാസ്റ്റ് മീ? ഒരു പാലക്കാട് നിന്ന് വന്നിട്ടുള്ളൊരു കഷണ്ടി 1000 ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ 1 ലക്ഷം ആൾക്കാരുടെ കൂടെ ഇയാളും ചോദിക്കണം റോൾ വേണം. അപ്പോൾ അവർ കൂടി വന്നാൽ പറയും ആലോചിക്കട്ടെ നോക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിസിനസ്സിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഒരു സോപ്പ് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്. ഞാനിപ്പോൾ അതിലില്ല, 25 ഇയേഴ്സ് ആയിട്ട് ഞാൻ അഭിനയത്തിൽ മാത്രമാണ്, മോർ ദാൻ 24 ഇയേഴ്സ് ആയിട്ട്. പക്ഷെ അന്ന് തുടക്കകാലത്ത് ഞാൻ ബിസിനസ് നോക്കിയിരുന്നു. അന്ന് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ സാമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കത്രിയോ ഫോർസെപ്സോ അല്ലെങ്കിൽ വാട്ട് എവർ, ഓപ്പറേഷൻ ടേബിൾ ആണെങ്കിൽ ഓപ്പറേഷൻ ടേബിൾ കാണിക്കുകയോ എൻ്റെ എന്തെങ്കിലും സാമ്പിൾ കാണിക്കണ്ടേ. ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് കാണിക്കും? വെൻ ഐ ഗോ ടു എ ഡയറക്ടർ ഓർ എ റൈറ്റർ ഓർ എ പ്രൊഡ്യൂസർ, എന്താണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്? അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഓഡിഷൻസ് ഒന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേണം എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തു.
വളരെ ചെറിയ ബഡ്ജറ്റിൽ 17,000 രൂപയ്ക്ക് 1.5 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു സംഭവമാണ്. പക്ഷെ ആ ഷോർട്ട് ഫിലിം ഡൽഹി ഇന്റർനാഷണൽ ശേഖർ കപൂറിലെ ബാൻഡിറ്റ് ക്വീൻ്റെ ഡയറക്ടർ അദ്ദേഹം നടത്തിയ ഡൽഹിയിൽ നടത്തിയ ഫെസ്റ്റിവലിൽ അത് ഷോക്കേസ് സെക്ഷനിൽ കാണിക്കുകയും കേരളത്തിൽ അതിന് 3 അവാർഡ് കിട്ടുകയും ചെയ്തു. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ ആൻഡ് ബെസ്റ്റ് ഫിലിം. ഞാൻ എഴുതി, ഞാൻ ഡയറക്റ്റ് ചെയ്ത്, ഞാൻ അഭിനയിച്ചാണ്. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കുന്നില്ല. എന്താ കാരണം പറഞ്ഞാൽ അതിൻ്റെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ശ്യാംദത്ത് എന്ന ക്യാമറമാനും സാദത്ത് എന്ന അദ്ദേഹത്തിൻ്റെ ബ്രദറും ഒക്കെയാണ്. അതിൻ്റെ ആർട്ട് ചെയ്തത് സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിട്ടുള്ള രാജഗോപാലക്കാരൻ. ഞങ്ങളൊക്കെ അന്ന് സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ചെറുപ്പക്കാരായിരുന്നു. അവർ വളരെ ചെറുപ്പക്കാരൻ, ഞാൻ അത്ര ചെറുപ്പമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തൊരു ഷോർട്ട് ഫിലിം. ഈ ഷോർട്ട് ഫിലിമാണ് എൻ്റെ കോളിംഗ് കാർഡായിട്ട്, എൻ്റെ വിസിറ്റിംഗ് കാർഡായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ നേരിട്ട് പോകാറുണ്ടായിരുന്നില്ല. ആദ്യം ഞാൻ അയക്കും ഡയറക്ടർക്കോ റൈറ്റർക്കോ. എന്നിട്ട് ഞാൻ പറയും എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടുവോ, കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്കൊരു 10 മിനിറ്റ് തരാമോ നിങ്ങളുടെ ടൈം. 99% ആൾക്കാരും വന്ന് കാണാൻ പറഞ്ഞു അത് കണ്ടതിന് ശേഷം. അങ്ങനെയാണ് ഡോറുകൾ ഓപ്പൺ ചെയ്യാൻ. എൻ്റെ ഫസ്റ്റ് വർക്ക് എങ്ങനെ വന്നു ചോദിച്ചില്ലേ, ബാബു ജനാർദ്ദൻ സാർക്ക് ഞാൻ റൈറ്റർ ആൻഡ് ഡയറക്ടർ ബാബു ജനാർദ്ദൻ സാർക്ക് ഞാൻ എൻ്റെ CD കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിലിമിലല്ല ഞാൻ വർക്ക് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫിലിമിൻ്റെ വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അടുത്ത റൂമിൽ വേറെ ഫിലിമിൽ പ്ലാനിങ് നടക്കണം. അവർ ചോദിച്ചു ഒരു ന്യൂ ഫേസ് വേണം, റഫ് ലുക്കിംഗ് ആയിരിക്കണം, പക്ഷേ റൊമാൻറ്റിക് ആയിട്ടും ചെയ്യാൻ പറ്റണം പറഞ്ഞപ്പോൾ നേരെ എൻ്റെ CD എൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്തു. അതായിരുന്നു ചിത്രകൂടം, എൻ്റെ ആദ്യത്തെ ഫിലിം. രണ്ടാമത്തെ ഫിലിം കേരളത്തിൽ എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ജൂറി ചെയർമാൻ ആയിരുന്നു ടി കെ രാജകുമാർ സാർ. ടി കെ രാജകുമാർ സാറിൻ്റെ അടുത്ത പടം ഇവർ, അതിൽ ഞാൻ അലമ്പ് രാജൻ എന്ന് പറയുന്ന നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തു, ജയറാം പടം. രഞ്ജൻ പ്രമോദിന് ഞാൻ ഈ CD അയച്ചു. അദ്ദേഹമാണ് മനസ്സിനക്കരെ എഴുതിക്കൊണ്ടിരിക്കേണ്ടത്. അദ്ദേഹം എന്നെ പറഞ്ഞ സത്യൻ സാർ ഇവിടെ ഉണ്ട്, വന്ന് കാണും, ഞാൻ അവിടെ ഉണ്ടാവും പറഞ്ഞു. ഇത് കണ്ടപ്പോൾ പരിചയപ്പെടുത്തി മനസ്സിനക്കരെ. അങ്ങനെയാണ് ആ സിനിമയും ഉണ്ടായത്. ആ സിനിമയൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും ഞാൻ ഒരു ഷോർട്ട് ഫിലിമും കൂടി ചെയ്തിരുന്നു. ശ്യാമപ്രസാദ് സാറിൻ്റെ ഉള്ളൊരുക്കം പറഞ്ഞു. പിന്നെ ശ്യാം ദത്ത് ചെയ്തൊരു ഷോർട്ട് ഫിലിമും കൂടി. ഈ ഷോർട്ട് ഫിലിംസ് ഞാൻ KK രാജീവ് സാർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ക്ലിപ്പിംഗ്സ് എടുത്തിട്ട്. അങ്ങനെ എൻ്റെ ആദ്യത്തെ സീരിയൽ 2004 ഓർമ്മ, ഡോക്ടർ ശ്യാം, ഭയങ്കര ഹിറ്റ് സീരിയലായിരുന്നു. അതിൽ സെക്കൻഡ് ഹീറോ ക്യാരക്ടർ അത് ഭയങ്കര ഹിറ്റ് സീരിയലായിരുന്നു. അതില് സനുഷയൊക്കെ വളർത്തുന്ന ആളായിട്ടാണ് ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ട് നോക്കുന്ന ആളായിട്ടാണ്. സനുഷയുടെ കൂടെ വീണ്ടും ഞാൻ 3-4 പ്രോജക്റ്റിൽ അച്ഛനായിട്ട് ചെയ്തു. ഈ മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയിലല്ലേ നയൻതാര മാം ആദ്യമായിട്ട് നായികയായിട്ട് വന്നത്? ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ നയൻതാരയുടെ കൂടെ ഇരുന്ന് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇത്തിരി സ്റ്റൈലായിട്ട് പറയുന്നതാണ്. ബിക്കോസ് അന്ന് നയൻതാരയുടെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ അവരും ഡ്രീം കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും പട്ടാമ്പി സൈഡിലെ ഷൂട്ട്. അപ്പോൾ ഔട്ട്ഡോറിന് പോയി ഞാനും നയൻതാര മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് നയൻതാര എന്നല്ല, ഡയാന എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാനും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവരും പറഞ്ഞു ഐ എം പാഷനേറ്റ് അബൌട്ട് ദിസ്. അപ്പോൾ ഞങ്ങളൊരു 2-3 മിനിറ്റിന് ഡ്രീംസ് ഷെയർ ചെയ്തു. അതായത് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവർ പറഞ്ഞു എനിക്കിതാണ് പാഷൻ, അത്രയും ലൂട്ടോ. ഡ്രീംസ് ഷെയർ ചെയ്ത് പറഞ്ഞാൽ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിച്ചൊന്നുമല്ല. അവർ ഇത് കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാനും ഇതാണ് എങ്ങനെയെങ്കിലും അഭിനയിക്കണം പറഞ്ഞിട്ട് ഇറങ്ങിയ ആളാണ്. ഇതിപ്പോൾ എൻ്റെ 3rd ഫിലിമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരൊരു ബിക്കോസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സത്യൻ സാറാണ് നയൻതാര എന്നുള്ള പേരിടുന്നത്. അത് അന്നൊരു ഷൂട്ടിംഗ് വേളയിൽ ഉച്ചയ്ക്ക് ഊണെന്തോ കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചിട്ടാണ് പറഞ്ഞു നമ്മുടെ ഹീറോയുടെ പേര് ഇനി മുതൽ നയൻതാര എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ആ പേര് ഒരാളുടെ ലൈക്ക് കുറേ നായികമാർ അങ്ങനെ പേര് മാറ്റുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു ഇൻസിഡന്റ് ആയിട്ട് അത് അന്നും നിങ്ങളത് കണ്ടിരുന്നു അല്ലേ? അതൊക്കെയല്ല, അത് കണ്ടു, എന്തോ കാരണത്താൽ അവർ ആ പേര് ഇട്ടു. ഞാൻ അതിനെ പറ്റിയിട്ട് അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആളല്ല. ഞാൻ ഈ ഒന്നാമത് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് അറിയില്ല. എന്താ പറയുക, നെയിം ന്യൂമറോളജി ഇതൊന്നും എനിക്കൊന്നും അറിയില്ല. അവർക്കത് ഇടാൻ തോന്നി, ഇവരത് ആക്സെപ്റ്റ് ചെയ്തു. അത് ആ നെയിം ഇപ്പോൾ എന്താ പറയുക, ഇന്ത്യ മുഴുവൻ കൊണ്ടാടുന്നുണ്ട്, ലോകം മുഴുവൻ കൊണ്ടാടുന്നു. ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ? യെസ്. അപ്പം ആ ഒരു ഗ്രോത്ത് മേ ബി ലൈക്ക് തുടക്കത്തിലെ നോക്കിക്കണ്ട ഒരു കൊലീഗ് എന്നുള്ള രീതിയിൽ രാജേഷേട്ടൻ ഭയങ്കര സൂപ്പർ ഹാപ്പി ആയിരിക്കില്ല ദാറ്റ് ഓക്കെ യു ഗോട്ട് ടു വർക്ക് വിത്ത് ഹർ ഇൻ ദ ഫസ്റ്റ് പ്രോജക്റ്റ്? ഇറ്റ്സ് എ ഗുഡ് മെമ്മറി, ബട്ട് ഐ ഹവ് നോട്ട് വർക്ക്ഡ് വിത്ത് ഹർ ആഫ്റ്റർ ദാറ്റ്. സോ എവറി ഫിലിം ഇസ് എ ഗുഡ് മെമ്മറി. അത് ഇതൊരു സ്പെഷ്യൽ മെമ്മറി ആയിട്ട് കണക്കാക്കാം. എന്തെങ്കിലും ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് നിമിഷങ്ങളെങ്കിലും ഷെയർ ചെയ്തു പുസ്തകത്തിൽ എഴുതായിരിക്കാം. ഓക്കെ. ഇപ്പം രാജേഷേട്ടനെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന, എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കുറച്ച് സിനിമകൾ, ഇപ്പം കറുത്ത പക്ഷികൾ പറഞ്ഞു, ഗോസ്റ്റ് ഹൗസ് പറഞ്ഞു, മനസ്സിനക്കരെ പറഞ്ഞു, അങ്ങനെ there are a lot more films. അപ്പോൾ ഇതിൽ ഏതാണ് രാജേഷേട്ടൻ്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലിം? ഒരു ക്ലിഷേഡ് ആൻസർ തരാം, എല്ലാ ഫിലിമും ഫേവറേറ്റ് ആണ് എല്ലാവരും പറയുന്ന പോലെ. പക്ഷെ ഉണ്ടല്ലോ ചില സ്പെഷ്യലായിട്ട്. പ്രിയമാനസം ഒരുപാട് ആൾക്കാർ കാണാത്ത ഫിലിമായിരിക്കും, ഇപ്പോൾ യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. ഇറ്റ്സ് 2015 നാഷണൽ അവാർഡ് സ്പെഷ്യൽ കാറ്റഗറിയിൽ കിട്ടിയ ഫിലിമാണ്. അതിൽ ഹീറോ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ചെയ്ത് വിനോദ് മംഗലം. അത് ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ ഉണ്ണായി വാര്യരുടെ ലൈഫ് സ്റ്റോറി ആയിരുന്നു. ഒന്നാമത് സിനിമ സംസ്കൃതത്തിൽ, പ്ലസ് ഒരു ജീവിച്ചിരുന്ന ക്യാരക്ടറിൻ്റെ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം ഡയറക്ടർ കൺസീവ് ചെയ്തപ്പോൾ
ഉണ്ണായി വാര്യർ വാസ് എ റൈറ്റർ, നോട്ട് എ ഡാൻസർ, നോട്ട് എ കഥകളി ഡാൻസർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലൈമാക്സിൽ ഉണ്ണായി വാര്യർ കഥകളി കളിക്കണം. അങ്ങനെ ഐ ഹാഡ് ടു ലേൺ കഥകളി ഫോർ ദാറ്റ്. ഞാൻ എൻ്റെ അരങ്ങേറ്റവും കഴിഞ്ഞിട്ടാണ് സിനിമയുടെ ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി വെയിറ്റ് പുട്ട് ഓൺ ചെയ്തു. ബാക്കി എല്ലാ വർക്കും വേണ്ട വെച്ചു. അപ്പോൾ ഈ എഫേർട്ടിനല്ല, പക്ഷെ അത് ചെയ്യുമ്പോൾ കിട്ടിയൊരു സുഖം. ബിക്കോസ് ഐ ഹാഡ് ടു ക്രിയേറ്റ് എ ക്യാരക്ടർ. ഇദ്ദേഹത്തെക്കുറിച്ച് റെഫറൻസ് വളരെ മിനിമമാണ്. അപ്പോൾ ഡയറക്ടറും യൂസ് ചെയ്ത ടെക്നിക്ക് എന്താ പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു എഴുതിയ രീതിയിലും അദ്ദേഹം എഴുതിയ കാര്യങ്ങളും വെച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്തായിരിക്കും, ഓർ വാട്ട് സോർട്ട് ഓഫ് എ മാൻ ഹി വാസ്, അങ്ങനെയുള്ള ഒരു സിമ്പിൾ കാര്യം പറയാം, എങ്ങനെ നടന്നിരിക്കും എന്ന് ഞാനും വിനോദും കൂടി സംസാരിച്ചിരുന്നു. വിനോദ് മങ്കരയും കൂടി ഡയറക്ടർ. അപ്പോൾ രണ്ടുപേരും സംസാരിച്ച് വിനോദം എടുത്തിടണം പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ, അയാളത് എഴുതുമ്പോൾ ഏകദേശം 1.5 വർഷം ആ ബുക്ക് അക്കോർഡിംഗ് ടു ഹിസ്റ്ററി ഇദ്ദേഹം ഈ എന്താ പറയുക നളചരിതം എഴുതുമ്പോൾ അടച്ചു പൂട്ടിയിരുന്നിട്ട്, അപ്പോൾ നാച്ചുറലി ഒരു ക്ലോസ്ഡ് സ്പേസിൽ അടച്ചു പൂട്ടിയിരുന്ന് 1.5 വർഷമൊക്കെ എഴുതി അയാൾ ബോഡിയൊക്കെ ലൂസായി, എന്താ പറയുക ഫിസിക്കലി ഫിറ്റൊന്നും ആയിരിക്കില്ലല്ലോ, അത്ര ഇരുന്ന് എഴുതില്ല. അപ്പോൾ നടത്തവും ഒരു അലസമായിട്ടായിരിക്കും, ഭയങ്കര ഇതായി. അപ്പോൾ വി ക്രിയേറ്റഡ് എ വാക്ക്. അപ്പോൾ അത്രയ്ക്ക് എഫേർട്ടൊക്കെ ഇടാനുള്ള ചാൻസ് ഒരു ആക്ടർക്ക് കിട്ടുന്നത് വളരെ അപൂർവമാണ്. നമ്മൾ മിക്കവാറും ചെയ്യുന്നത് വളരെ ക്ലിഷേഡ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഏറ്റവും അധികം ഡോക്ടർ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ചിലപ്പോൾ തകർക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ്. അതായത് വില്ലനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ പോലും തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടറാണ്. കോമഡിയനായിട്ട് ആക്ട് ചെയ്യുമ്പോഴും തൊഴിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ഡോക്ടറാണ്. അപ്പോൾ എന്തോ എൻ്റെ മുഖം കണ്ട എൻ്റെ അച്ഛൻ്റെ വരദാനമായിരിക്കും, അച്ഛനും ഇതേപോലെ കഷണ്ടിയൊക്കെ ആയിട്ട്. പിന്നെ സെക്കൻഡ് തിങ്, എനിക്ക് ഇതിനെപ്പറ്റി അറിയാം, അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട്, അച്ഛനെ നോക്കിയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കറക്റ്റ് ഡോക്ടർ പറയുന്ന പോലെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ മേ ബി ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മുഖമായിരിക്കും ഓടി വരുന്നുണ്ടാവുക. അപ്പോൾ ഈ സ്പെഷ്യൽ എന്ന് ചോദിച്ചതിനുള്ള ആൻസർ, പ്രിയമാനം ഈസ് വെരി സ്പെഷ്യൽ. പക്ഷേ ദ ബിഗിനിങ്, ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ കാറ്റഗറിക്ക് പോവുകയാണെങ്കിൽ ശ്യാമപ്രസാദ് സാറിൻ്റെ ഉള്ളൂരുക്കം, അത് എൻ പി മുഹമ്മദ് സാറിൻ്റെ ഷോർട്ട് സ്റ്റോറീനെ ആസ്പദമാക്കിയിട്ടുള്ള വർക്കായിരുന്നു. സിംഗ് സൗണ്ടിലായിരുന്നു. ദിസ് വാസ് ഇൻ 2002 ഓർ സംതിങ്, റിമെമ്പർ. ഇപ്പോഴത്തെ കാലഘട്ടമല്ല, വളരെ മുമ്പാണ്. പ്രേക്ഷകരൊക്കെ ഇന്ന് സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിക്ക് പോലും എന്താണെന്ന് അറിയാം. അപ്പോൾ ഉപ്പും മുളകും ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ട് ഹോം ഒക്കെ ഞങ്ങൾ സിംഗ് സൗണ്ടിലാണ് ചെയ്യുന്നത്. അന്ന് സിംഗ് സൗണ്ട് വാസ് എ സ്പെഷ്യൽ തിങ്, അമേരിക്കൻ സിനിമകളിലൊക്കെ മാത്രം കണ്ടുവരുന്നത്. അപ്പോൾ അത്രയും മുമ്പ് അതൊരു എക്സ്പെരിമെൻ്റൽ വർക്കായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്തത് 1900 ഏർലി 60s 70s ഒരു വളരെ നാട്ടുമ്പുറത്തുള്ള മുസ്ലിം ക്യാരക്ടറാണ് ചെയ്തത്. മെൻ്റൽ എബറേഷൻസ് ഉള്ള ഒരാൾ. അത് വാസ് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻറ്റ് വർക്കായിരുന്നു. അത് എനിക്കൊരു ഗിഫ്റ്റായിരുന്നു ആക്ച്വലി. ഞാൻ ഈ മറ്റേ ഷോർട്ട് ഫിലിമിൻ്റെ ഇപ്പോൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണം. ബിക്കോസ് എന്നോട് രാജീവ് സാറ് പറഞ്ഞത്, കെ രാജീവ് സാറ് പറഞ്ഞത്, ഈ വർക്കിൻ്റെ ക്ലിപ്പിങ്സ് കണ്ടപ്പോഴാണ് ഭയങ്കരമായിട്ടൊരു, അതായത് എന്നെ കാസ്റ്റ് ചെയ്യാം എന്നുള്ളതിലേക്ക് എത്തിയത്. ഓർമ്മയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ വർക്കിനെക്കാട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു ഉള്ളൊരുക്കത്തിൻ്റെ സീൻസ് കണ്ടിട്ടാണ്. അതായത് മറ്റേ ഞാൻ മിറാഷ് എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം ഷോർട്ട് ഫിലിം, അത് എൻ്റെ തുടക്കം. പക്ഷേ ഈ ഫിലിമാണ് ഉള്ളൊരുക്കമാണ് പല സ്ഥലത്തും എനിക്ക് വാതിലുകൾ തുറന്നു തന്നത്. ഓക്കെ, ഇപ്പം രാജേട്ടൻ പറയേണ്ട ഏറ്റവും കൂടുതൽ തവണ ഡോക്ടറായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് രാജേഷേട്ടന് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു മേ ബി ഗ്രാൻഡ് ഫാദറോ ഫാദർ എല്ലാവരും നിങ്ങൾ ഡോക്ടേഴ്സ് ആൻഡ് മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചായ ഉണ്ടായത്. ഞാൻ തമാശ രീതിയിൽ അത് പറഞ്ഞെങ്കിലും ഞാൻ ഒരു കാര്യം പറയണം, ഐ ആം ലക്കി ഓൾസോ. ബിക്കോസ് ഞാൻ ആ രീതിക്ക് മാത്രം ടൈപ്പ് കാസ്റ്റ് ആയില്ല. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ഞാൻ ഉണ്ണായി വാര്യരായിട്ട് അഭിനയിച്ചു. പക്ക വില്ലൻ അലംബരാജൻ എന്ന് പറയുന്ന കൊച്ചിൻ്റെ നടന്ന കഥകൾ ആസ്പദമാക്കിയിട്ടാണ് ഇവർ ചെയ്തിരുന്നത്. ആക്ച്വൽ മേഡേഴ്സിനെ വെച്ചിട്ടാണ് അതിലുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സാൻസ്ക്രിറ്റ് ഫിലിമിലും കൂടി ഒരു ഏജ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു എക്സ് കഥകളി സിംഗറായിട്ട്, എന്താ പറയുക, ഹു വാസ് റിട്ടയർഡ് ആൻഡ് കോഫിൻ മാത്രം ഉണ്ടാക്കുന്ന, അത് ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ ഫിലിമാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ കിട്ടി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും കൂടുതൽ ഡോക്ടർ ആണെങ്കിലും ഐ ആം ലക്കി ദാറ്റ് ഐ ഗോട്ട് ദീസ് വർക്ക് ഓൾസോ. അപ്പോൾ എന്നെ ഒരേ ഏരിയയിൽ മാത്രം ഇട്ടില്ല. പണ്ട് എനിക്ക് എല്ലാം മോഡേൺ ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് എന്നെ പിടിച്ച് ശകുനിയാക്കിയത് മഹാഭാരതത്തിൽ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞാൻ നാടൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ തുടങ്ങി. എല്ലാം ചെയ്യും. അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ അച്ഛനായിട്ട് ചെയ്തപ്പോൾ കേൾട്ടൻ 10 ഒരു പക്ക മലപ്പുറംകാരനായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അതും ഒരു ഭാഗ്യമാണല്ലോ. സംടൈംസ് യു ഗെറ്റ് സ്റ്റക്ക്, ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് സ്റ്റക്ക്. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ ഈ ജേർണിയുടെ ഫാസിനേഷൻ എന്ന് പറയുന്നത് തന്നെ അതാണല്ലോ. I hope you realize that it's been like 21-22 years ഈ ഒരു ജേർണി തുടങ്ങി. It is when I talk about it I realize. സത്യം പറയാം, ഇപ്പോൾ റീസെൻ്റ്ലി ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ സിനിമാറ്റോഗ്രാഫർ സാദത്ത് വിളിച്ചിട്ട് എന്തോ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിനക്കരെ 21-22 വർഷം മുമ്പ് ചെയ്തപ്പോൾ അവൻ എത്രട്ടാ, ബിക്കോസ് ആ ടൈമിൽ തന്നെ അവൻ വേറൊരു ഫിലിമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഫിലിം അത്ര കൊല്ലമായി എന്നുള്ളത് അവനും റിയലൈസ് ചെയ്യുന്നത്, നമ്മളും റിയലൈസ് ചെയ്യുന്നത് ഇത്ര വർഷം ഉണ്ടായിരുന്നില്ലേ എന്ന് പറയുന്നത് തന്നെ ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴാണ്. ബിക്കോസ് എസ്പെഷ്യലി ഈ ഫീൽഡിൽ യു ആർ സോ എക്സൈറ്റഡ് വിത്ത് ദ ജേർണി. സംടൈംസ് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല എത്ര ടൈം പാസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫീൽസ് ലൈക്ക് യെസ്റ്റർഡേ. യെസ്, ആക്ച്വലി അന്ന് കാണുന്ന രാജേഷേട്ടനും ഇന്ന് കാണുന്ന രാജേഷേട്ടനും ഇസ് ദി സെയിം. താങ്ക് യു സോ മച്ച്. യാ, ടച്ച് വുഡ്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് സിറ്റുവേഷൻ ഞാനൊരു പിക്ചർ കാണിക്കാം.
എന്താണ് ഇതാണോ ഈ ഒരു യുവത്വത്തിന്റെ ഒരു രഹസ്യം എന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യണം. വൺ ഓഫ് മൈ ട്വിൻസ് രക്ഷ എടുത്ത ഫോട്ടോ ആണ്, ഈ റൂമിൽ തന്നെയാണ്. എല്ലാവരും പാൻഡമിക് സമയത്ത് വെറുതെ ഇരുന്ന് തടിച്ചു എന്ന് പറയുമ്പോൾ പാൻഡമിക് സമയത്ത് എനിക്ക് വട്ടിളകിയിട്ട് ഞാൻ വർക്കൗട്ട് ഭ്രാന്തനായി. ആ സമയത്ത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം മോൾ എടുത്ത് തന്ന ഫോട്ടോ ആണ്. പക്ഷെ അതിലും ഒരു കഥയുണ്ട്. ഈ ഒരൊറ്റ ഫോട്ടോയിലാണ് എനിക്ക് കൊലോസിയൻസ് പറയുന്ന വർക്കിൽ എന്നെ ഹീറോ ആയിട്ട് വിളിച്ചത്. ബിക്കോസ് അതിൽ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ എന്നെ വിളിച്ചു പറഞ്ഞത് ഈ ഒരൊറ്റ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ചേട്ടാ, ബിക്കോസ് അതിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, കണ്ട ഒരു റഫ് ലുക്ക് ആയിരിക്കണം, പക്ഷെ ആൾ മുരടനായിരിക്കണം, പിന്നെ ഒരു പോലീസുകാരൻ കണ്ട പോലീസ് ലുക്ക്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് താടിയുണ്ട്, കണ്ടോ ആ താടിയുണ്ട്, അത് എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. ബിക്കോസ് എനിക്ക് എപ്പോൾ പാൻഡമിക് നിൽക്കുന്നു അപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് താടിയുണ്ട്. അപ്പോൾ പാൻഡമിക് കഴിഞ്ഞ ഉടനെ ഇതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്റ്റോറിയിലൊരു തിരുത്തുണ്ടാക്കി. ഇയാൾ 1 മാസമായിട്ട് മോളുടെ ഒരു എന്താ പറയുക ഓപ്പറേഷന് വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം ഓഫീസിലേക്ക് ഒരു ദിവസം. അപ്പോൾ 1-1.5 മാസമായിട്ട് ഷേവ് ചെയ്തിട്ടില്ല എന്ന കഥയിൽ വരുത്തി എന്നെ തന്നെ കാസ്റ്റ് ചെയ്യാൻ ഞാൻ ചോദിച്ചിരുന്നു. എനിക്ക് എടുക്കാൻ പറ്റില്ല, മാറ്റുകയാണെങ്കിൽ മാറ്റിക്കോളൂ, ബിക്കോസ് ഒരു പോലീസുകാരനെ ഇങ്ങനെ താടി വെച്ച് നടക്കാൻ പറ്റില്ലല്ലോ, അൺലെസ് ശബരിമല ഡ്യൂട്ടി എന്നോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു ടേൺ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇതിനും ഒരു കഥ. അപ്പോൾ ഈ യുവത്വത്തെ പറ്റി പറഞ്ഞു. എനിക്ക് തോന്നുന്നു യെസ് ദിസ് ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ആക്ടറിന്റെ ടൂൾ എന്ന് പറയുന്നത് ഫേസും ബോഡിയാണ്. ഈ പറഞ്ഞ പോലെ 10-25 ഇനിയും ഒരു 10-25 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം ഇനിയും പോകണം എന്നൊരു ആഗ്രഹമുണ്ട്, ആസ് ലോങ് ആസ് പോസിബിൾ. അപ്പോൾ അത് വേണമെങ്കിൽ ഈ ടൂൾ സ്ട്രോങ് ആയിരിക്കണം. ഞാനിവിടെ വന്ന് ആക്ച്വലി ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടനെ വേണമെങ്കിൽ ഇന്നും നമുക്കൊരു പുതുമണവാളിനൊക്കെ ആയിട്ട് കാസ്റ്റ് ചെയ്യാം. കഷണ്ടിയായ പുതുമണ നന്നായിരിക്കും. ഇന്ന് അതിനൊന്നും അല്ലല്ലോ, ഇന്ന് കഷണ്ടിയായവരൊക്കെ ഹീറോ അതിന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതെ കൂട്ടുകാരനും ആകെ അച്ഛനും ആകെ ഇവിടെ വന്നപ്പോഴാണ് ചേട്ടന്റെ മോനെ കല്യാണം കഴിക്കാനുള്ള പ്രായമായി. ഡിസംബറിലാണ് എന്റെ മോന്റെ കല്യാണം. എല്ലാവരും അനുഗ്രഹിക്കുക. തീർച്ചയായിട്ടും ഇത്രയും വലിയ മോനുള്ളതാണെന്ന് സത്യമായിട്ട് ഞാനിങ്ങനെ ചോദിച്ചേ ചേട്ടന്റെ മോന്റെ ലൈക്ക് നോട്ട് യുവർ ബ്രദർ റൈറ്റ്, മോന്റെ കല്യാണം ഡിസംബറിൽ എന്ന്. അപ്പം വർക്ക്ഔട്ട് പിന്നെ മെയിൻ തിങ് ഐ ടെൽ യു, വെൻ യുവർ പാഷൻ ബിക്കംസ് യുവർ പ്രൊഫഷൻ. ഞാൻ ചെയ്യുന്ന വർക്ക് എൻ്റെ പ്രൊഫഷൻ മാത്രമല്ലല്ലോ, എൻ്റെ പാഷനാണ്. ഞാൻ പറയട്ടെ എവറി ഡേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞാൽ ഹൗ ക്യാൻ യു ഫീൽ ഡൗൺ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏജ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഡൗൺ ആകുമ്പോഴോ അല്ലെങ്കിൽ ഡിപ്രഷൻ ആകുമ്പോഴോ അല്ലെങ്കിൽ വറീഡ് ആകുമ്പോഴോ എനിക്ക് ഐ ബീൻ ലക്കി ഇനഫ് ടു വർക്ക്. ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, ഇപ്പോൾ ജേർണി ഈസ് കണ്ടിന്യൂയിങ്. ഞാൻ ഇന്ന് ഈ ഇൻ്റർവ്യൂ ഇവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ ഉള്ളതുകൊണ്ടല്ലോ, ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങൾ നല്ല വാക്കുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നത് ഐ എം ബ്ലെസ്ഡ്. അപ്പോൾ ഞാൻ പറയുന്നത് മേ ബി ദാറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്. And looking good is for you to say. I shouldn't say it because of that. Because you gave me the compliment, ഞാൻ gracefully accept ചെയ്തു. And maybe because of ആ പാഷൻ കാരണമായിരിക്കും. Because every day I enjoy. അതായത് എല്ലാ ദിവസവും ഒരു അഡ്വഞ്ചറാണ്. ഇന്നത്തെ അഡ്വഞ്ചർ ഇതാണ്, ടോക്കിംഗ് ടു യു ആൻഡ് ഷെയറിംഗ് തിങ്സ് വിത്ത് മീ. എനിക്ക് തോന്നുന്നു ചേട്ടൻ മെയിൻലി ഉള്ളിൽ എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്ന പേഴ്സൺ ആണ്. ട്രൈ ടു ബി മാത്രമാണെന്ന് പറഞ്ഞ പച്ചക്കള്ളമല്ലേ. എല്ലാവർക്കും പ്രഷേഴ്സ് ഉണ്ടാവും, എല്ലാവർക്കും വിഷമങ്ങളുണ്ടാവും, എല്ലാവർക്കും ഡിസപ്പോയിന്റ്മെന്റ്സ് ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ദേഷ്യമൊന്നും വരില്ല. ഫോർ എക്സാമ്പിൾ 3 കുട്ടികളാണ് ചേട്ടനുള്ളത്, ട്വിൻ ഗേൾസ് ഉണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ചേട്ടൻ മൂത്തത് മോനാണ്, പിന്നെ ട്വിൻ ഗേൾസ് ആകാശ് വർഷ രക്ഷ. ഓക്കെ, എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആകാശ് വർഷ, ആകാശവും മഴയും പിന്നെ രക്ഷ. അത് എങ്ങനെയാണ് ചേട്ടാ ആ പേരിട്ടത്? എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാവരുടെ പേര് നോക്കി ആണുങ്ങളുടെ എല്ലാവരുടെ പേര് SHLNDയും എല്ലാ പെണ്ണുങ്ങളുടെ പേര് SHALNDയും. എൻ്റെ അനിയത്തിയുടെ പേര് മോനീഷ, എൻ്റെ കസിൻസിന്റെ പേര് നിതാഷ, അനീഷ, സുഷ, പ്രതീക്ഷ, മഞ്ജുഷ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഷായാണ് പറയുന്നത്. എൻ്റെ അങ്കിൾസിന്റെ പേര്, അച്ഛൻ്റെ അനിയന്മാർ, അച്ഛൻ രമേശ്, അച്ഛൻ്റെ അനിയന്മാര് സന്തോഷ്, സുരേഷ്, സതീഷ്, പ്രകാശ്, രാജേഷ്, എൻ്റെ കസിൻ സുധീഷ്. അതിൽ ആകെ കൂടി എൻ്റെ ആണ്ടിന് മാത്രം SHL കിട്ടി. പിന്നെ പെണ്ണുങ്ങൾക്ക് SHL കിട്ടാ ചാന്ദിഷ് എന്നാണ്, എല്ലാവരും റാണി എന്നാണ് വിളിക്കുക, ചാന്ദിഷ് എന്നാണ്. പക്ഷെ ബാക്കി പിന്നീട് എല്ലാ പെണ്ണുങ്ങൾക്കും SHA എന്നാക്കി. അത് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഷാ വെച്ചിട്ട് ആണുങ്ങൾക്ക് ഷ ആൻഡ് മറ്റേത് ഷാ. അതാണ് ആകാശ്, വർഷ ആൻഡ് രക്ഷ. ഓക്കെ, എനിവേ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഇപ്പം 3 കുട്ടികളുടെ അച്ഛനാവുമ്പോൾ എങ്ങനെയാണ്? ഭയങ്കര കൂൾ, സൂപ്പർ കൂൾ ഡാഡ് ആണോ, അതോ ഇടയ്ക്ക് ദേഷ്യമൊക്കെ വരുന്നത്? ഇത്തിരി സ്ട്രിക്റ്റ് ഫാദർ ആണോ? സ്ട്രിക്റ്റ് തീരെ അല്ല, ഡെഫിനറ്റ്ലി അല്ല, കൂൾ തന്നെയാണ്. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് they should feel comfortable enough to share everything with me. I should feel comfortable enough to share and ask also. അവർക്കും ഒരു ഇപ്പൊ നമ്മൾ സംവദിക്കുന്ന പോലെ തന്നെ എൻ്റെ മോൾ അതിൻ്റെ കാട്ടും ഫ്രീ ആയിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഐ തിങ്ക് ഐ am that. I'm a okay dad, cool dad. Yes, cool dad. Okay, അവരോട് ചോദിച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മേബി അവരിവിടെ കാണുവാണെങ്കിൽ I'll ask them.
അപ്പം സിനിമയിലായാലും സീരിയലിലായാലും നായകവേഷങ്ങളും അതേപോലെ തന്നെ നെഗറ്റീവ് റോൾസും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന വളരെ ചുരുക്കം ആക്ടേഴ്സിൽ ഒരു ആക്ടറാണ് ചേട്ടൻ. അപ്പം ഐ തിങ്ക് എങ്ങനെയാണ് ഇപ്പം ആദ്യം പോസിറ്റീവ് റോൾസ് ചെയ്തിട്ട് പിന്നെ നെഗറ്റീവ് റോൾസ് ചൂസ് ചെയ്യുക? ചേട്ടൻ പോർക്കൊക്കെ നായക വേഷങ്ങൾ ചെയ്ത് അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി ഇപ്പം നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യേണ്ട അങ്ങനെയുള്ള തോട്ടൊക്കെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെ ഒരു ചൂസ് ചെയ്യാവാനുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുമില്ല. അല്ലതാനും അല്ല, റിയലി ടെലിവിഷനിൽ മേ ബി ടു എ സർട്ടൺ എക്സ്റ്റെന്റ്. അതായത് അവർ വന്ന് കഥ പറയും, സിനിമയിലൊക്കെ കിട്ടുന്നൊക്കെ ഭാഗ്യം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ സത്യം പറയണമെങ്കിൽ ഓപ്പൺലി ടെല്ലും, പ്രിയമാനസത്തിന് എന്നെ വിനോദ് മങ്കരെ കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഉപയോഗിച്ച് ഹീറോ ആയിട്ടാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റാണ്, കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സിനിമയാണ്. പിന്നെ പറഞ്ഞു ഉണ്ണായി വാര്യരുടെ ലൈഫാണ്. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വിനോദേ ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ച് പറയരുത് എന്നെ മാറ്റി വേറെ ആളെ വെച്ചു എന്നുള്ളത്. ബിക്കോസ് എനിക്കത് ലൈഫിൽ ധാരാളം സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം എനിക്ക് കിട്ടുന്നതൊക്കെ ഭാഗ്യമാണ്. ഞാൻ ആ ലെവൽ എത്തിയിട്ടില്ല. വേർ പീപ്പിൾ സേ ദാറ്റ് ഇവനെ തന്നെ വേണമെന്ന്. സം പീപ്പിൾ യെസ്, ടെലിവിഷനിൽ യെസ്, ഫിലിമിൽ ഞാൻ അതുവരെ എത്തിയിട്ടില്ല. ഐ ഹവ് ഡൺ മോർ ഫിലിംസ് ദാൻ ടെലിവിഷൻ. എണ്ണം നോക്കുകയാണെങ്കിൽ ഐ ഹവ് ഡൺ മച്ച് മോർ ഫിലിംസ്. 5 ഭാഷകളിൽ 62 പടങ്ങളായി. പക്ഷേ ഞാൻ നിങ്ങളുടെ ക്യാമറമാൻ്റെ അടുത്ത് ഈ ഇൻ്റർവ്യൂവിൽ ജസ്റ്റ് മുമ്പ് ഷെയർ ചെയ്തൊരു സംഭവമായിരുന്നു. അതായത് ഗവൺമെൻറ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ക്വാളിറ്റി, ഇറ്റ്സ് അബൌട്ട് ക്വാണ്ടിറ്റി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് ക്വാളിറ്റി. ഞാൻ 5000 സിനിമ ചെയ്തിട്ടും കാര്യമില്ല. അതിൽ കാണാൻ കൊള്ളാവുന്നതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതും ആൾക്കാർ എന്നെന്നും എൻ്റെ മരണം കഴിഞ്ഞാലും ഓർക്കുന്ന ഒരു 10 പടമെങ്കിലും വേണ്ടേ? അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ബിക്കം സംതിങ്. സോ ടു ദ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ ഇസ് I try to do the best with whatever I get as far as films are concerned. Televisionally, I have tried because they have been gracious enough to give me the choice and say that this is the character, would you like to do? ചേട്ടൻ ഇപ്പോഴും മലയാളം പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേകത ചേട്ടൻ്റെ മലയാളത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി മദർ ടങ് തുളു ആയതുകൊണ്ടായിരിക്കും, ആണോ? ആണല്ലോ, പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ കാട്ടും കൂടുതൽ ഒരു ചെറിയ പാലക്കാടൻ ടച്ചും ഉണ്ടാവും. ഞാൻ ജനിച്ചു വളർന്നൊക്കെ പാലക്കാടാണല്ലോ. സിനിമയിലൊക്കെ അല്ലെങ്കിൽ സീരിയലിൽ ഡബ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ആ ഒരു ചോയ മാറ്റാൻ പറ്റും. പക്ഷെ ഞാനായിട്ട് സംസാരിക്കുമ്പോൾ എന്തായാലും ആ പാലക്കാടൻ കയറി വരും, തുളുക്കാരനും കയറി വരും. ഓക്കെ, ഈ പാലക്കാട് ഭാഷ നമ്മൾ മലയാള സിനിമയിൽ ഫെമിലിയർ ആയിട്ടുള്ള ബിച്ചേട്ടൻ ഓർഡിനറിയിലൊക്കെ സംസാരിച്ചിട്ടാണ്. അത്രയും ഒരു സ്ലാങ് ഉണ്ടോ ഇവിടത്തെ എല്ലാവർക്കും? ഇല്ല, അത് ഫുള്ളായിട്ടല്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ തൃശ്ശൂരുകാർ പറയുമ്പോൾ ഒരു ട്യൂൺ ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ മോനൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവൻ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ നീ അവിടെ, അതായത് കറക്റ്റായിട്ട് തനി പാലക്കാടൻ വരും. എന്താണെന്ന് നിങ്ങൾ പറയണം, നിങ്ങൾ പറയുന്നത് അത് അപ്പം ഞാൻ പറയാലോ, പറഞ്ഞല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്ത് ഈ സ്ലാങ് എവിടെ യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഉപ്പുമുളകിൽ ടോട്ടലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ ചോദിച്ചതാണ്. ബിക്കോസ് അവിടെ ഓരോ ക്യാരക്ടറും ഓരോ സ്ലാങ് ആണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പാലക്കാട് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞു. അതിൽ തുളു ഉപയോഗിച്ചിട്ടുണ്ട്. ഉപ്പുമുളകിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ക്യാരക്ടർ അത് ആക്ച്വലി ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞത് തന്നെയാണ്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമ്പോൾ നീ തുളുവിൽ സംസാരിക്കാൻ തുടങ്ങും ഒരു അകാരണമായിട്ട്. അപ്പോൾ ആ ക്യാരക്ടറിനെ പറ്റി എല്ലാവരും ചോദിക്കണം, ഇയാൾ എന്ത് ഈ പറയുന്നത് ദേഷ്യം വരുമ്പോൾ എന്ന്. അങ്ങനെ ഒരു സാധനം ഒരു ട്വിസ്റ്റ് അതിന് കൊടുത്തിരുന്നു. ഞാൻ ആക്ച്വലി തുളു സംസാരിച്ചപ്പോൾ ഉടുപ്പിയിൽ ആ ക്ലിപ്പ് വൈറലായി, ഉടുപ്പി ആൻഡ് ബാംഗ്ലൂർ ഏരിയയിൽ. എന്നിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ചോദിക്കും, ദേ വർ ഷോക്ക്ഡ്. ഒരു മലയാളം പ്രോഗ്രാമിൽ ഒരാൾ ഫ്ലുവൻ്റ് ആയിട്ട് തുളുവിൽ ലൈവ് സൗണ്ട് ആണല്ലോ, ഡബിങ്ങും അല്ല. അപ്പൊ അത് വളരെ നാച്ചുറൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞത് ഈ പണ്ടേ പണത്തിലാണെങ്കിൽ എനിക്ക് കൊത്താപ്പണ എന്ത് പറയണമെന്ന് പറ, ഇല്ലെങ്കിൽ നീ പറയാണ്ട് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? വീട്ടിലൊക്കെ എപ്പോഴും തുളുവാണ് സംസാരിക്കുന്നത്. എല്ലാവരും ഇവിടെ വീട്ടില് ലൈക് ഫുൾ ഫാമിലി കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. മൈ വൈഫ് ഈസ് മലയാളി, പക്ഷേ അസലായിട്ട് തുളു പറയും. ഓക്കെ, എന്ത് ചെയ്യുന്നു വൈഫ്? ഇസ് ഷി എ ഹോം മേക്കർ? അല്ല, നോട്ട് അറ്റ് ഓൾ. 20 years ആയിട്ട് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ അഡ്മിനിസ്ട്രേഷൻ സൈഡിലായിരുന്നു. വൈസ് പ്രസിഡന്റ് ലെവലിൽ എത്തിയപ്പോൾ അവൾ റിസൈൻ ചെയ്തു. ബിക്കോസ് എനിക്ക് ആക്ടിംഗിൽ പാഷൻ ഉള്ള പോലെ അവൾക്ക് ഡിസൈനിങ്ങിലാണ് പാഷൻ. ലാസ്റ്റ് 10 years ആയിട്ട് അവളുടെ സ്വന്തം ബുട്ടീക്ക് അവൾ നടത്തുന്നു, ഹെബാർസ് സാങ് ആൻഡ് ഇറ്റ്സ് പറഞ്ഞിട്ട്. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഉണ്ട് അവിടെ. സോ അബൌട്ട് യുവർ വൈഫ് ആൻഡ് കിഡ്സ്, അവർക്ക് എങ്ങനെയാണ് ചേട്ടൻ ഓരോ സിനിമ അല്ലെങ്കിൽ പുതിയ പ്രോജക്ട് സീരിയലൊക്കെ ചെയ്യുമ്പോൾ ഹൗ എക്സൈറ്റഡ് ദേ ആർ ടു സീ യു പെർഫോം? ഉള്ളത് പറയാം, ഇത് അഗൈൻ മൈറ്റ് സൗണ്ട് ക്ലിഷേഡ്, ബട്ട് മൈ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം. എല്ലാവരും പറയുന്നതായിരിക്കാം, പക്ഷേ ദിസ് ഇസ് ദ ട്രൂത്ത്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ 100% കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ യു നീഡ് സപ്പോർട്ട്. യു ഹാവ് ടു വർക്ക് വിത്ത് പീസ് ഓഫ് മൈൻഡ് ആൻഡ് വിത്ത് ദ അഷുറൻസ് ദാറ്റ് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക് ഫുള്ളായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ദേ ആർ മോർ എക്സൈറ്റഡ് ചില സമയത്തൊക്കെ. ബിക്കോസ് ഞാൻ ചില പ്രോജക്റ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചീത്ത പറയുന്നവരാണ്, എന്ത് തിങ്ക് ചെയ്യണം, വൈ തിങ്ക് ട്വൈസ്, ഡു ഇറ്റ് എന്നുള്ള രീതിക്ക് പുഷ് ചെയ്യുന്നതും. ഏറ്റവും എൻ്റെ വൈഫ് എപ്പോഴും പറയും, ഐ ആം യുവർ ബിഗ്ഗസ്റ്റ് ക്രിറ്റിക് ആൻഡ് യുവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട് സിസ്റ്റം, ചിയർ ലീഡർ എന്ന് വൈഫ് എന്നെ പറയും. അത് സത്യമാണ്.
ബിക്കോസ് എൻ്റെ ഓരോ വർക്കും അത്രയും എൻ്റെ ഡീറ്റെയിൽ കാണുകയും ചെയ്യും. അത് മാത്രമല്ല ഷീ മസ്റ്റ് ബി ദ ഫസ്റ്റ് വൈഫ് ഹു ബി വെരി ഹാപ്പി. എനിക്കൊരു നല്ല ബ്യൂട്ടിഫുൾ വൈഫ് സീരിയലിൽ കിട്ടിയാൽ പറയും വെരി ഗുഡ്. എന്തറിയോ അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ പറയാലോ എൻ്റെ ഹസ്ബൻഡ് ഹസ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ വൈഫ് ഓൾസോ. അപ്പോൾ അങ്ങനെ ഓക്കെ, ഞാൻ ചേച്ചിനെ കണ്ടിട്ടില്ല. ഇന്ന് പാവം ആന്റിബയോട്ടിക്സ് അടിച്ചിട്ട് സുഖമില്ലാണ്ട് തീരെ വയ്യ. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ എനിക്ക് ഈ എപ്പിസോഡിൽ ചേട്ടൻ ഒരു പാട്ട് പാടി തന്നെ, knowing that you were a prime singer for a leading band പണ്ട്, അതുകൊണ്ട് we want your song. Yes. അല്ല ഇതിൽ ഐ ലീവ് ദ ചോയ്സ് ടു യു ബിക്കോസ് ഒരുപാട് ഇന്റർവ്യൂസിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് പറഞ്ഞ കാരണം ബിക്കോസ് മൈ വൈഫ് ലവ്സ് ദാറ്റ് സോങ്. അത് തന്നെ മതിയോ ഓർ യു വാണ്ട് ടു ഗോ മീ ടു ഗോ ഡിഫറെന്റ് വേ എന്നുള്ളത് പറയണം. ബിക്കോസ് Okay, give me two options. ഞാൻ അതൊന്ന് ചൂസ് ചെയ്യാം. അതായത് ദിസ് എ ലവ് സോങ് Okay. വിച്ച് മൈ വൈഫ് എൻ്റെ അടുത്ത് ലിറിക്സ് മാറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ഡ്യൂറിങ് ആർ കോളേജ് ഡേയ്സ്. ബിക്കോസ് അത് എറിക് ക്ലാപ്റ്റന്റെ പാട്ടായിരുന്നു. അതിൽ ലോങ് ബ്ലോണ്ട് ഹെയർ എന്നൊരു സ്ഥലത്ത് പറയണം. അപ്പോൾ എൻ്റെ വൈഫിന് ഒന്ന് ഷോർട്ട് ബ്ലാക്ക് ഹെയർ ആണ്. അപ്പോൾ സ്റ്റേജിൽ അവൾ ഓഡിയൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് വാക്ക് മാറ്റിയിട്ട് ആ സ്ഥലം എത്തുമ്പോൾ ഞാൻ ഷോർട്ട് ബ്ലാക്ക് ഹെയർ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾക്കറിയാം ആ പോർഷൻ അവൾക്ക് വേണ്ടി മാത്രം പാടുകയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട്. പിന്നൊന്നുണ്ടായിരുന്നത് ഞാൻ മിക്ക സ്ഥലങ്ങളും ഓഡിയൻസിന് എൻ്റെ കൂടെ പഠിപ്പിച്ചിട്ടുള്ള പാട്ട് ഒരു സ്പാനിഷ് സോങ് ആണ്, ലബാംബ പറഞ്ഞിട്ട്. ഇത് ഞാൻ പല റിയാലിറ്റി ഷോസിലും പാടിയിട്ടുണ്ട്. പക്ഷേ വൈ ഐ മെൻഷൻ ദീസ് ടു സോങ്സ് ഇസ് ദാറ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ വിക്ടോറിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ മെയിനായിട്ട്, പിന്നെ ബാക്കിയുള്ള സോങ്സ് ഇപ്പോൾ വെസ്റ്റേൺ പറയുമ്പോൾ സ്കോർപ്പിയൻസിൻ്റെ സോങ് ഉണ്ട്, ഹോളിഡേ ഉണ്ട്, റോക്കി ലൈക്ക് ഹറിക്കേൻ, ഇതൊന്നും നമുക്ക് വിതൗട്ട് മ്യൂസിക് പാടിയാൽ നന്നാവില്ല. ഇത് ഐ മൈറ്റ് ബി ഏബിൾ ടു മാനേജ്. അപ്പോൾ ഐ ലീവ് ഇറ്റ് ടു യു. ഡു യു വാണ്ട് എ സ്പാനിഷ് ലബാംബ ഓർ ദ ലവ് സോങ്? വണ്ടർഫുൾ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഫോർ യു ഓൾസോ. ഓഡിയൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ കേൾക്കാത്തവർക്ക് വേണ്ടി fine. And this is to you, Anita. It's late in the evening. She's wondering what clothes to wear. She puts on her makeup and brushes her short black hair. And then she'll ask me, do I look alright? And I say yes, you look wonderful tonight. ബ്യൂട്ടിഫുൾ. ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യായിരുന്നു ചേച്ചി ഇതിങ്ങനെ ആ ക്രൗഡിന്റെ ഇടയിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്നത്. യു നോ സംതിങ്, ഹി വാസ് എ മാൻ ഹു യൂസ് ടു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്സ് ഫോർ ഹിസ് അപ്പോഴത്തെ ഗേൾ ഫ്രണ്ട്, ഇപ്പോഴത്തെ വൈഫ്. എന്തോ പുതിയ ലാംഗ്വേജ് ഒക്കെ പഠിക്കുക, അങ്ങനെ എന്തോ ഒരു കഥ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. വൈഫിന് വേണ്ടിയിട്ട് ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുമോ, അതോ മലയാളം ഫ്ലുവൻ്റ് ആക്കുമോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പാട്ടിങ്ങനെ പാടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല അവള് പറയുന്നത്, അവൾ എപ്പോഴും പറയാറുള്ളത് അവളുടെ ഇന്റർവ്യൂസിൽ, എൻ്റെ കൂടെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവളുടെ മനസ്സിൽ ചില ഇതുണ്ടായിരുന്നു ആവശ്യം. അതായത് ഒരു ഫ്യൂച്ചർ ഹസ്ബൻഡിന് എന്താ ക്വാളിറ്റീസ്, അതിൽ കുറേ ക്വാളിറ്റീസിൽ കണ്ടുകൊണ്ട് ചാടി പിടിച്ചാണെന്ന് പറഞ്ഞു. ബിക്കോസ് ഷീ പ്രപ്പോസ് ടു മീ ദിസ് ടൈം. ഞാൻ പേടിത്തോണ്ടരാ. അപ്പോൾ പിന്നെ ഇനി പറഞ്ഞ് ഞാൻ പറയില്ലേ ചോദിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് പേടി കയറണം. ഇങ്ങോട്ട് ഇപ്പോൾ പാലക്കാട് കയറി വന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ട് എൻ്റെ അനിയത്തിൻ്റെ എന്താ പറയുക ദൂതനായിട്ട് അയച്ചിട്ട് എന്താ പറയുക അറിയിക്കുക ചെയ്തത്. എങ്ങനെ അറിയിച്ചു? ലെറ്റർ? നോ, ഷീ ടോൾഡ് മൈ സിസ്റ്റർ, ഏട്ടനെ ഇഷ്ടമാണ് പോയി പറയാൻ പറഞ്ഞു. എന്നിട്ട് അനിയത്തി വന്നിട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞു. അപ്പൊ സ്പോട്ടിൽ ആൻസർ കൊടുത്തരാ ചേട്ടാ? നോ വേ. അന്ന് ഭയങ്കര ഇതൊക്കെ ആയിട്ട് പറഞ്ഞപ്പോ നമ്മൾ പഠിക്കല്ലേ, ഉള്ളിലൊക്കെ ലഡ്ഡു ഗിഡിയോ ഒക്കെ പൊട്ടി, പടക്കമൊക്കെ പൊട്ടി, ചെവി കൂടി പുകയൊക്കെ വന്നു. പക്ഷെ ഭയങ്കര അനിയത്തിനും കൂടി പറയല്ലേ, നമ്മൾ കുറച്ച് ആലോചിക്കണം. നമ്മൾ ഭയങ്കര ചാടി കയറിയിട്ട് ഒരു ഡിസിഷൻ എടുക്കണം. സത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ച എന്താ പറഞ്ഞാൽ, ഒരാളുടെ അടുത്ത് വാക്ക് കൊടുത്തിട്ട് പിന്നെ അതൊരു തമാശയായിട്ട് കളഞ്ഞിട്ട് പിന്നെ കളഞ്ഞു പോകാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. വാക്ക് കൊടുത്താൽ കെട്ടിയിരിക്കും. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുന്ന പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയോ നാളെ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നീയും പഠിക്കുകയാണ് ഞാനും പഠിക്കുകയാണ്, അപ്പോൾ ഇപ്പോൾ വിൽ ബി ഫ്രണ്ട്സ്. ഞാനൊരു സ്റ്റേജ് എത്തും വേർ ഐ വിൽ ബി ഏബിൾ ടു കം ടു യുവർ പേരൻസ് ആൻഡ് സേ ദാറ്റ് ഐ വിൽ ലുക്ക് ആഫ്റ്റർ യു. ആ സമയത്തും നമുക്ക് ഈ ഇഷ്ടമാണെങ്കിൽ വെറും ഇൻഫാച്വേഷൻ അല്ല, അത് ശരിക്കുള്ളതാണ് എന്ന് നമ്മൾ രണ്ടുപേരും അപ്പോൾ മനസ്സിലാക്കും. ഞാനപ്പോൾ അതാ പറഞ്ഞു, മേ ബി ദിസ് ഇസ് ഇൻഫാച്വേഷൻ. നമുക്ക് കുറച്ച് ഫിലോസഫിക്ക് അടിച്ചു കിട്ടാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ശരിയെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബിസിനസ് നോക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ വീട്ടിൽ എൻ്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ട് പ്രശ്നമായി. അപ്പോൾ ഞാൻ പോയി സംസാരിക്കേണ്ട സമയമായി. പക്ഷേ അപ്പോഴേക്ക് ഞാൻ ബിസിനസ് നോക്കുന്നുണ്ടായിരുന്നു. നേരെ അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഒരു 3 മണിക്കൂർ സംസാരിച്ചു. പാവം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കിളി പോയി തോന്നുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞു ഓക്കെ നാളെ പറയാം. പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടുകാരുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറയാം. ബ്യൂട്ടിഫുൾ. അങ്ങനെയാണ് ആ ലവ് സ്റ്റോറി. അപ്പോൾ എത്ര വർഷം പ്രണയിച്ചു മൊത്തം? മേ ബി പ്രണയം ശരിക്കും പറയണെങ്കിൽ മേ ബി 1.5 years. പക്ഷേ ഫ്രണ്ട്സ് മോർ ദൻ ദാറ്റ്. ഞങ്ങൾ കൂടെ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസിനും ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻസിനൊക്കെ ട്രാവൽ ചെയ്യുമായിരുന്നു. ഷീ വാസ് പാർട്ട് ഓഫ് എൻ്റെ അനിയത്തിക്ക് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു, അതിൽ സിംഗറായിരുന്നു അനിത. എന്നെക്കാട്ടും 100 ഇരട്ടി നന്നായിട്ട് പാടും അനിത. അപ്പോൾ എൻ്റെ സിസ്റ്റർ പാടുകയും ചെയ്യും, ഡ്രംസും വായിക്കും. അപ്പോൾ അവരുടെ മേഴ്സി കോളേജ് ബാൻഡ്, ഞങ്ങൾ വിക്ടോറിയ കോളേജ് ബാൻഡ്.
ഇപ്പം എൻ്റെ ഞങ്ങൾ ഇന്റർ യൂണിവേഴ്സിറ്റിക്കൊക്കെ പോകുമ്പോൾ ഈ 2 കോളേജസും കൂടെ ട്രാവൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ധാരാളം ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. സ്റ്റിൽ ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്. ആക്ച്വലി യെസ്, അതാണല്ലോ ഇനി റിലേഷൻഷിപ്പിന്റെ സക്സസ് എന്ന് പറയുന്നത്. മൈ ചിൽഡ്രൻ ആർ മൈ ഫ്രണ്ട്സ്, മൈ പേരൻസ് ആർ മൈ ഫ്രണ്ട്സ്, മൈ വൈഫ് ഇസ് മൈ ഫ്രണ്ട് ആൻഡ് ദേ ആർ ഓൾ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ബ്യൂട്ടിഫുൾ. ഓക്കെ, രാജേട്ടൻ കുറേ കഥാപാത്രങ്ങൾ സീരിയലിൽ ചെയ്തിട്ടുള്ളത് ഭയങ്കരമായിട്ട് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓർമ്മയിലെ ഡോക്ടർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോറിയൊക്കെ ഉണ്ടായിരുന്ന. ഗ്ലോറി അല്ല, ഇപ്പോൾ പറയുന്നത് മനസ്സിലായി. ഗ്ലോറി മാനസപുത്രിയിലാണ്. മാനസപുത്രി ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം അർച്ചന വർക്ക് ചെയ്തത് അമ്മക്കിളി. ഫൈസൽ അടിമാലി ഡയറക്ട് ചെയ്തിട്ടുള്ളതിൽ കോശി. എന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്നെ ഇപ്പോഴും കേരളത്തിൽ പല സ്ഥലത്ത് പോകുമ്പോഴും എന്നെ കോശി എന്നാണ് വിളിക്കുന്നത്. ആ നെഗറ്റീവ് ക്യാരക്ടറാണ്. ആ സീരിയലിന്റെ പേര് അമ്മക്കിളി. അമ്മക്കിളിയിലെ കോശി. അപ്പം ഇങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ചേട്ടന് തോന്നുന്നത് അത്രയും ആൾക്കാർക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് അവർ വന്നിട്ട് ഇപ്പൊ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ എന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മിനി സ്ക്രീനിൽ ഉള്ള ഓഡിയൻസിന് ഭയങ്കരമായിട്ട് അവർ റെസ്പോൺസ് നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ തരും പല ആർട്ടിസ്റ്റും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണ്. ഉറപ്പായിട്ടും അങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. അല്ല, അത് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ളത് അമ്മക്കിളിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ ഫീഡ് ചെയ്യണമെങ്കിൽ, കൊച്ചു മോനെ ഒരു 7-8 വയസ്സുള്ള ഒരു 5-6 വയസ്സുള്ള കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ കഴിച്ചില്ലെങ്കിൽ കോച്ചിനെ വിളിക്കുന്നു നോക്കിയോ എന്ന് പറഞ്ഞാൽ അത്രയും പേടിപ്പിക്കുന്ന ഒരു. പക്ഷേ അതിൽ ആക്ച്വലി അയാൾ കോമഡി കലർന്ന ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് വയലൻ്റ് ആവും ആ ക്യാരക്ടർ. അപ്പോൾ അവർ പേടിപ്പിക്കുന്ന ക്യാരക്ടറിന് അയാൾ. അപ്പോൾ ആ അമ്മ വന്ന് ഷെയർ ചെയ്തത് ഞാൻ എൻ്റെ കുട്ടീനെ ഫീഡ് ചെയ്യുന്നത് കോശി വന്നു കളയുന്നു നോക്കി, ഞാൻ വിളിക്കുന്നു നോക്കിയോ ഇപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ കോശിയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഭയങ്കര വില്ലൻ, പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു കോശിനെ. അപ്പോൾ എന്നോട് ഒരുപാട് ലേഡീസ് വന്ന് ആദ്യം കണ്ടൊന്ന് ഇടിക്കണം നോക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിരിച്ചിട്ട് പറയും ഇഷ്ടാട്ടോ. അപ്പൊ അത് ഒരു കോംപ്ലിമെന്റ് ആണ്. അതായത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഇറ്റ്സ് എ ക്യാരക്ടർ എന്ന്. പക്ഷെ ആ ക്യാരക്ടറിനെ ഹേറ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്റെ സക്സസ് അല്ലേ? എക്സാക്ട്ലി, അത് ചേട്ടന്റെ ഉള്ളിൽ ഒരു കലാകാരന്റെ സക്സസ് ആണ്. ഡെഫിനറ്റ്ലി ആക്ടറിന്റെ സക്സസ് ആണ്. എക്സാക്ട്ലി. അപ്പൊ ഇനി എന്തൊക്കെയാണ് ചേട്ടാ ഇപ്പൊ ഹോം ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് ഇനി വാത്സല്യം ചെയ്യുന്നു, സീയില് ഹോം ഇൻ ഫ്ലവേഴ്സ്, ഉപ്പുമുളകും ഒരു സീസൺ ചെയ്തിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഫിലിംസ് ഇറങ്ങാനുള്ളത് റിവെഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, ദെൻ ലേഡി വിത്ത് ദ വിങ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടും ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ഡബിങ് എന്താ പറയുക ബാലൻസ് രണ്ടിൻ്റെയും ആയിട്ടില്ല, ഡബിങ് ആയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ. അതെ, നേരാണ് ഒരു മിനിസ്ക്യൂൾ ക്യാരക്ടറാണ് ചെയ്ത്. അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ഇന്നത്തെ ചിന്താവിഷയത്തിൽ ലാൽ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലാൽ സാറിൻ്റെ കൂടെ എനിക്ക് ഡയലോഗ് ഉണ്ടായിരുന്നില്ല. എൻ്റെ മൊത്തം ഡയലോഗ്സും സുകന്യയുടെ കൂടെയായിരുന്നു. ലാൽ സാറിൻ്റെ കൂടെ സീൻ ഉണ്ടെങ്കിലും ഞാൻ ബാക്ക് കൂടിയൊക്കെ ഓടുന്നുണ്ടായിരുന്നു. അത് ആരും മറക്കില്ല. ഞാൻ ഐ വാസ് സർപ്രൈസ്. ഞാൻ ഇങ്ങനെ മറ്റേ സിനിമയെക്കുറിച്ച് പല സിനിമകളും ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നേരെ എത്തിക്കാൻ പോകുന്ന ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഞാൻ അതാണ് വിചാരിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരും ചോദിക്കുന്ന പോലെ ചോദിക്കാൻ പോകണം വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ, ആ സിനിമയിൽ ഞാൻ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിലും സാറിൻ്റെ കൂടെ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. പക്ഷെ നേരിൽ കൊച്ചു വേഷമാണെങ്കിലും ആകെ 3 ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ പക്ഷേ എൻ്റെ എല്ലാ ഡയലോഗ്സും ലാൽ സാറിൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനത്തെ ഒരു ലിവിങ് ലെജൻഡും കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അദ്ദേഹത്തിന് ഐ ടു ഐ നോക്കിയിട്ട് കുറച്ച് മൊമെന്റ്സ് എങ്കിലും ഷെയർ ചെയ്യാൻ പറയുന്നത് എനിക്കൊരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. യെസ്. അപ്പോൾ ഇനി ഒരുപാട് എക്സ്പീരിയൻസുകൾ ഇനിയും അങ്ങോട്ട് അതുപോലെ ഉണ്ടാകട്ടെ. ഇതേപോലെ എന്നും ഭയങ്കര യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. യെസ്, ടു മോർ റോൾസ് ആൻഡ് മോർ മ്യൂസിക് ആൻഡ് എവറിഥിങ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് us here. വീട്ടിൽ വന്നിട്ട് ഒരു വീട് കാണാനായിട്ട് ഞങ്ങൾ വരുന്നു. ഡെഫിനറ്റ്ലി വെൽക്കം എനി ടൈം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഇൻ യുവർ പ്രോഗ്രാം. പ്രേക്ഷകരുടെ അടുത്തും എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ്, നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഉള്ളത്. ഇത്രയും കാലം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട്. അപ്പോൾ നിങ്ങളും എപ്പോഴും പറയണം, നിങ്ങളെ കാണുമ്പോൾ എൻജോയ് ചെയ്യണമെന്ന്. ഈ മൊട്ടത്തലിയെ എന്ന് സ്നേഹിക്കുക. ഐ വിൽ കീപ് entertaining you. Thank you so much. Thank you.